ഇവനെ കൂടാതെ അവനും പോകും, ഇത് കൂടാതെ അതും വേണം. ഈ രീതിയിൽ ഹിന്ദിയിൽ സംസാരിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. നും, ലും, രും, അവനും, അവളും, അവരും, അതും, അവളും ഇങ്ങനെ പറയുമ്പോൾ വാക്കിൻ്റെ ഒടുവിൽ വരുന്നതായ ആ ഉച്ചാരണം, ആ അംശം ചേർത്ത് ഹിന്ദിയിൽ പറയുവാൻ കഴിയും. ഈ വാക്കുകളുടെ ഒടുവിൽ വരുന്ന അക്ഷരവും ഉച്ചാരണവും ശ്രദ്ധിക്കുക. നും, ളും, രും, തുടങ്ങിയവ എങ്ങനെ എപ്പോഴൊക്കെയാണ് ഉപയോഗിച്ചു വരുന്നത് ഹിന്ദിയിലെന്നറിയാൻ നമുക്ക് നോക്കാം. ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ ഹിന്ദി മെച്ചമായി പഠിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ഒരാൾ ഒരു കാര്യം തീരുമാനിച്ചു, എന്നാൽ മറ്റൊരാൾ ആ തീരുമാനത്തെ മാറ്റുന്നു. അപ്പോൾ ഈ രീതിയിൽ പറയുന്നു. ഒരാൾ പറഞ്ഞ തീരുമാനത്തെ മാറ്റുമ്പോഴോ അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർക്കുമ്പോഴോ ഈ രീതി ഉപയോഗിക്കുന്നു. ഇന്ന് നാടകം കാണാൻ നടുവനും മോളും പോകട്ടെ, വീട്ടിൽ ആരെങ്കിലും വേണമല്ലോ എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറയുകയാണ്, മൂത്തവനും പോകും, ഞാൻ ഇന്ന് പോകുന്നില്ല. മൂത്തവനെ കാവലേൽപ്പിച്ചിട്ട് പോകാമെന്ന് അച്ഛൻ വിചാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവനും പോകട്ടെ, അവൻ കൂടെ പോകട്ടെ. ഇടയ്ക്കുള്ളവന് മജല എന്ന് ഹിന്ദിയിൽ പറയും. മൂത്തവന് ബടാലെടുക്ക. ഇടയ്ക്കുള്ളവന് മജില എന്നും മൂത്തവന് ബടാ ബേട്ട എന്നും മോക്ക് ബേട്ടി എന്നും പറയാം. അച്ഛനൊരു തീരുമാനിച്ച് അത് പറഞ്ഞപ്പോൾ സാഹചര്യം കൊണ്ട് അമ്മ മറ്റൊരഭിപ്രായം പറഞ്ഞു. അവനും പോകട്ടെ, അവൻ കൂടെ പോകട്ടെ. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നും, കൂടെ എന്നുള്ള വാക്ക് എന്നുള്ള ശബ്ദാംശം ഉപയോഗിച്ച് പറയുന്നത്. അതിന് തുല്യമായി ഹിന്ദിയിൽ നമുക്ക് ഭീ പറയാം. ഭീ. ജബ് പിതാനെ ബോല ആജ് നാടക് ദേഖ്നെ കോ മജില ബേട്ട ഔർ ലഡ്കി ജായേംഗെ तो माँ ने बोली बड़ा लड़का भी जाएगा और आज मैं नहीं जाऊंगी. बड़ा लड़का भी जाएगा, वो भी जाएगा, वो भी നാടക് ദേഖ്നെ ജായേഗ. ഒരാശയം മാറി മറ്റൊരാശയം വരുമ്പോൾ ഈ വാക്ക് ചേർത്ത് പറയുന്നു. മാറ്റം വന്നപ്പോൾ 2, 3 3, 30 അധികമോ ഒക്കെ ആയി മാറാം. 4 പേരും കൂടെ നാടകം കാണാൻ വേണ്ടി പോയി. 1 മണിക്കൂർ മുൻപേ പോയി. അപ്പോൾ സമയമൊക്കെ ഉണ്ടല്ലോ. അവർ കടകളൊക്കെ കണ്ടിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇളയ അവന് ഒരാഗ്രഹം, അവനൊരു സാധനം വേണം, അവനൊരു പന്ത് വേണം. അച്ഛനോട് നിർബന്ധിച്ചു. അച്ഛൻ ആ പന്ത് മേടിച്ചു കൊടുത്തു. ആ ചെറുക്കനൊരു നിർബന്ധക്കാരനാണ്. അച്ഛൻ്റെ കയ്യിൽ പൈസ കുറവാണ്. പന്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനൊരു ബാറ്റും കൂടെ വേണം. അപ്പോൾ അവൻ പറയുകയാണ്, മുझे वो भी चाहिए, मुझे ബാറ്റ് भी चाहिए, അതും കൂടെ വേണം. അപ്പോൾ ഭീ കൂടെ, അതും കൂടെ. ആദ്യം ഭീ അവനും കൂടെ, ഇപ്പോൾ അതും കൂടെ, ഇതും കൂടെ. അപ്പോൾ ഈ ഭീ എന്നതായ ഈ ഉച്ചാരണം, ഈ ശബ്ദത്തിൽ വരുന്ന വാക്ക് വസ്തുക്കൾക്കായിട്ടോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കായിട്ട് മനുഷ്യർക്കായിട്ടൊക്കെയും കൂടി ഉപയോഗിച്ച് വരുന്നു. നിർബന്ധം പിടിക്കുന്നതിന് ജിത്ത് കർണ, ജിദ്ധി നിർബന്ധ ബുദ്ധിക്കാരൻ. ജിത്ത് കർണേക്ക് വജേസെ പിതാനെ ഖരീദ എന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചത് കൊണ്ട് പൈസ കുറവായിട്ടും അദ്ദേഹത്തിന് അത് മേടിച്ചു കൊടുക്കേണ്ടി വന്നു. പന്ത് മേടിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, വോബി ചായേ, അതും വേണം, അതുകൂടി വേണം. അപ്പോൾ നിർബന്ധത്തോടു കൂടി പറയുമ്പോൾ, കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ ഭി ഉപയോഗിച്ച് പറയുന്നു. യബി ചായേ, വോബി ചായേ, സബ് ചായേ, ഇതും വേണം, അതും വേണം, എല്ലാം വേണം. ഇത് അവനോട് അച്ഛൻ പറഞ്ഞതാണ്. ഇത് കേട്ടപ്പോൾ അച്ഛൻ്റെ മുഖം വാടി. പിതാക്ക ചെകര ഉത്തരത്തെ പോലത്തെ മുഖം വാടുമ്പോൾ നീരസം വരുമ്പോഴാണ് പറഞ്ഞത്, ഇവൻ ഇതും വേണം, അതും വേണം, എല്ലാം വേണം. അവിടെ ഭി, ഇതും, 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ അതുകൂടെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ആജ് മുझे ബജാർ ഹോത്തെ ഹുവേ ഭി ജാത്തെ ഹുവേ ഭി ദോസ്ത് കാ ഘർ ഭി ജാനാ ഹെ. അപ്പോൾ ചന്തയിലും പോകണം, കൂട്ടുകാരൻ്റെ വീട്ടിലും പോകണം. ചന്തയിൽ കയറി ഇറങ്ങി ചന്തയിൽ കൂടെ പോയിട്ട്
കൂട്ടുകാരൻ്റെ വീട്ടിൽ കൂടെ പോകും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളപ്പോൾ, ആഗ്രഹിക്കുമ്പോൾ, ചെയ്യാൻ പോകുമ്പോൾ ഭി ചേർത്ത് പറയാം. ഇതിൻ്റെ കൂടെ അതും കൂടെ. യഹാ ഭി വഹാ ഭി, ഇവിടെയും അവിടെയും. ഇങ്ങനെ ഒരു പോക്കിൽ രണ്ട് കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങളുമായിരിക്കാം, അപ്പോഴൊക്കെയും ഈ രീതിയിൽ പറയാം. മേ ഭി തുമാരെ സാത്ത് എന്ന് പറഞ്ഞാൽ ഞാനും നിന്റെ കൂടെ. ഭി നും. മേ ഭി ഞാനും, തും ഭി നിങ്ങളും, ആ ഭി താങ്കളും, വേ ഭി അവരും, വഹുബി അവനും അവളും എന്നുള്ള അർത്ഥത്തിൽ, വഹുബി അതും എന്ന അർത്ഥത്തിൽ, യഹ ഭി ഇതും എന്ന അർത്ഥത്തിൽ, സഭി എല്ലാവരും എന്ന അർത്ഥത്തിൽ. രണ്ട് ക്രിയകൾ ചേർന്ന് വരുമ്പോൾ ഭി ഉപയോഗിക്കുന്ന രീതിയാണ് നാം ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ ഒരാളിൻ്റെ ഒന്നിൽ കൂടുതൽ ഗുണങ്ങളെക്കുറിച്ച് അല്ലെ അവഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഭി ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അയാൾ വിദ്യാഭ്യാസമുള്ളവനാണ്, അതുപോലെ സമ്പന്നനുമാണ്. വിദ്യാഭ്യാസമുള്ളവർക്കായി ഹിന്ദിയിൽ പഠേ ലിഖേ, പൈസ ഉള്ളവർക്കായി, സമ്പന്നരാണെങ്കിൽ അവർക്കായി അമീറാണ്. അപ്പോൾ വഹ് പഠേ ലിഖേ ഹേ ഔർ അമീർ ഭി ഹേ, ഭി ചേർത്ത് പറയുന്നു. ഇനി നമുക്ക് ചില ട്രാൻസ്ലേഷൻ നോക്കാം. നീ പോകുന്നില്ലെങ്കിൽ ഞാനും വരുന്നില്ല. തു ന ജാരേ തു മേ ഭി ന ജാരാവും. എനിക്ക് ഇതിൻ്റെ കൂടെ നിന്റെ കയ്യിലുള്ളതും കൂടെ വേണം. മുझे इसके साथ तेरे हाथ में जो है वो भी चाहिए. इसके साथ ഇതിൻ്റെ കൂടെ, ഉസ്കെ സാത്ത് അതിൻ്റെ കൂടെ. ഒരു സാധനം അന്വേഷിച്ച് നടന്നപ്പോൾ രണ്ടുപേര് കൂടി അന്വേഷിച്ച് നടക്കുകയാണ്. അത് കിട്ടാതെ വരുമ്പോൾ ഒരാളോട് ചോദിച്ചു എവിടെ കിട്ടും. അപ്പോൾ പറയാണ് ഇവിടെയും കിട്ടത്തില്ല. ഏ ചീസ് യഹാ ഭി നഹി മിൽത്ത, അല്ലെങ്കിൽ ഓ ചീസ് വഹാ ഭി നഹി മിൽത്ത. ഇതിവിടെയും കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് അവിടെയും കിട്ടത്തില്ല. യഹാ ഭി അല്ലെങ്കിൽ വഹാ ഭി, ഇവിടെയും അല്ലെങ്കിൽ അവിടെയും. നിന്റെ കൂടെ അവൻ കൂടി വരാൻ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. കൂടെ സാത്തുമേ ഹെ, തുമാരെ സാത്ത് വഹു ഭി ആനാ ചാത്താ ഹെ. ഒരു തീരുമാനത്തോടുകൂടി മറ്റൊരു തീരുമാനം കൂട്ടിച്ചേർക്കുമ്പോൾ, ഒരു സാധനത്തിൻ്റെ കൂടെ മറ്റൊരു സാധനം കൂടി താല്പര്യപ്പെടുമ്പോൾ, ഒരുമിച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരാളുടെ രണ്ടോ അതിലധികമോ ഗുണങ്ങൾ പറയുമ്പോൾ ഭി ചേർത്ത് പറയുന്നു.